വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോടെക്നോളജിയിൽ വരുന്ന ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HSST ബോട്ടണി 2026 ആ ഒരു ജൂനിയർ HSST എക്സാമിന്റെ സിലബസിൽ വരുന്ന ഒരു മൊഡ്യൂളാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ്. അതിൽ തന്നെ 3 ടൈപ്പ് ടെക്നോളജി ഉണ്ട്. അതിൽ മൈക്രോ പ്രൊപ്പഗേഷന്റെ സ്റ്റേജസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ കൾച്ചർ ടെക്നിക് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ടിഷ്യൂ കൾച്ചർ ടെക്നിക് എന്ന് പറയുന്ന ഒരു സ്മോൾ ടിഷ്യൂ പീസ്, ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ട് ആ ഒരു പോർഷനിൽ നിന്ന് ഒരു എൻറ്റയർ പ്ലാന്റിനെ കൾച്ചർ ചെയ്ത് എടുക്കുക എന്നതാണ് ടിഷ്യൂ കൾച്ചർ കൊണ്ട് മെയിൻലി അർത്ഥമാക്കുന്നത്. സോ ഇവിടെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്താൽ സ്മോൾ ടിഷ്യൂ പീസസ്, ഒരു ടിഷ്യൂവിന്റെ ചെറിയ പീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ ഓർ ഓർഗൻസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഡോണർ പ്ലാന്റ് ആൻഡ് കൾച്ചർഡ് അസെപ്റ്റിക്കലി ഓൺ എ ന്യൂട്രിയന്റ് മീഡിയം. നമ്മളൊരു പ്ലാന്റ് എടുത്ത് ആ പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പീസ്, ഏതെങ്കിലും ഒരു പാർട്ടിന്റെ പീസോ അല്ലെങ്കിൽ ഒരു ഓർഗനോ എടുത്തിട്ട് ആ ഒരു പ്ലാന്റിൽ നിന്ന് അതൊരു അസെപ്റ്റിക് മീഡിയം, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാബ് കണ്ടീഷനിൽ വെച്ച് ന്യൂട്രിയന്റ് മീഡിയത്തിൽ വെച്ച് വളർത്തിയെടുക്കുന്നതിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ന്യൂട്രിയന്റ് മീഡിയം ഒക്കെ കൊടുക്കുമ്പം ന്യൂട്രിയന്റ് മീഡിയത്തിലുള്ള കോമ്പോസിഷൻ നമ്മൾ അതിനനുസരിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാണ്. സോ അതേപോലെയുള്ള അതർ എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ടിഷ്യൂവിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ആ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മളൊരു എൻറ്റയർ പ്ലാന്റ് എടുക്കുന്നു. വിത്തിൻ എ ടൈം കുറേ പ്ലാന്റ്സ് അറ്റ് എ ടൈം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ കൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടിഷ്യൂ കൾച്ചറിന്റെ യൂസ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് ക്ലാസ്സിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ദെൻ ഫസ്റ്റ് വൺ, ഒബ്റ്റെയിനിങ് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. അതായത് നമ്മൾ ഡിസീസ്, വൈറസിന് എഫക്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് അറ്റാക്ക് കുറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ടിഷ്യൂ കൾച്ചർ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ദെൻ റാപ്പിഡ് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ്, ദോസ് ആർ ഡിഫിക്കൽട്ട് ടു പ്രൊപ്പഗേറ്റ്. നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രകടനം നടത്തിയെടുത്ത് റിപ്രൊഡക്ഷൻ നടക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള പ്രൊപ്പഗേഷൻ, പ്രചരണത്തിന് സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് അടുത്ത ക്ലാസ്സുകളിൽ ഇടുന്നതായിരിക്കും. ദെൻ ജനറ്റിക് ഇംപ്രൂവ്മെന്റ് ഓഫ് കൊമേഴ്ഷ്യൽ പ്ലാന്റ്, കൊമേഴ്ഷ്യലി എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ജനറ്റിക്സ് ഇംപ്രൂവ് ചെയ്തിട്ട് അത്തരം പ്ലാന്റ്സിന്റെ കൾട്ടിവേഷൻ കൂട്ടുക. Then obtaining androgenic and gynogenic haploid plants for breeding. അതും ഹാപ്ലോയിഡ് പ്ലാന്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ദെൻ ബാക്കിയുള്ള അതർ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഈ ഒരു ടിഷ്യൂ കൾച്ചറിന്റെ വൈഡ് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ടിഷ്യൂ കൾച്ചർ മെയിൻലി 3 മെത്തേഡ്സ് ആണ്, 3 മെയിൻ മെത്തേഡ്സ് ആണ് ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. മൈക്രോ പ്രൊപ്പഗേഷൻ ത്രൂ എൻഹാൻസ്ഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആക്സിലറി ബഡ്സ്. മൈക്രോ പ്രൊപ്പഗേഷനിൽ ആക്സിലറി ബഡ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നതാണ് ആക്സിലറി ബഡിന്റെ എക്സാമ്പിൾ. 2 ആക്സിലറി ബഡ് ഇവിടെ കാണുന്നുണ്ട്. ദെൻ ഓർഗാനോജെനിസിസ് സെക്കൻഡ് മെത്തേഡ്, ആൻഡ് തേർഡ് മെത്തേഡ് സൊമാറ്റിക് എംബ്രിയോജെനിസിസ്. ഈ 3 മെത്തേഡിൽ മൈക്രോ പ്രൊപ്പഗേഷന്റെ സ്റ്റേജസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് നോക്കാം. മൈക്രോ പ്രൊപ്പഗേഷൻ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രൊപ്പഗേഷൻ ഇൻ ടിഷ്യൂ കൾച്ചർ, ടിഷ്യൂ കൾച്ചറിലുള്ള പ്രൊപ്പഗേഷനെ നമ്മൾ പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റി ക്ലോണൽ പ്ലാന്റ്സ്. നമ്മൾ ക്ലോൺ എന്ന് വെച്ചാൽ എന്താ, എക്സാക്റ്റ് കോപ്പീനെ ഉണ്ടാക്കുന്ന, എക്സാക്റ്റ് കോപ്പീസ് ആണ് ക്ലോൺസ് ഉണ്ടാക്കുന്നത്. അതേപോലെ ക്ലോണൽ പ്ലാന്റ്സ്, ഹൈ ക്വാളിറ്റി ഉള്ള ക്ലോണൽ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നാണ് 1999 സ്മിത്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, സ്മിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. The main advantages are attributed to the potential of rapid large scale propagation of new genotype. അതായത് നമ്മുടെ ഡിസൈർഡ് ജീനോടൈപ്പിനെ അത്രയും പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ലാർജ് സ്കെയിൽ എമൗണ്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ സ്മോൾ എമൗണ്ട് ജേം പ്ലാസം ഉപയോഗിച്ചിട്ട് ലാർജ് എമൗണ്ട് പ്ലാന്റ്സിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി മൈക്രോ പ്രൊപ്പഗേഷനിൽ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലോണൽ പ്രൊപ്പഗേഷൻ ഇൻ വിട്രോ എന്ന് നമുക്ക് മൈക്രോ പ്രൊപ്പഗേഷൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്ലോണൽ പ്രൊപ്പഗേഷൻ ഇൻ വിട്രോ
എന്തുകൊണ്ടാണ് ഈ ഒരു ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ക്ലോൺസ് ആണല്ലേ ഉണ്ടാക്കുന്നത്, ഐഡന്റിക്കൽ കോപ്പീസ് ഒരു ലബോറട്ടറി, ഇൻ വിട്രോ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലബോറട്ടറി കണ്ടീഷന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ക്ലോണൽ പ്രൊപ്പഗേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ഈ ഒരു ക്ലോൺ എന്നുള്ള വേർഡ് ഫസ്റ്റ് യൂസ് ചെയ്തത് വെബർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്ത കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനാണ് അദ്ദേഹം ക്ലോൺസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ആക്ച്വലി ക്ലോൺ ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം ക്ലോൺ എന്ന് വെച്ചാൽ ട്വിഗ്, സ്പ്രേ അല്ലെങ്കിൽ സ്ലിപ്പ്, ഒരു പീസ്, ബ്രോക്കൺ ലൈക്ക് ദോസ് ഓഫ് ബ്രോക്കൺ ഓഫ് ആസ് പ്രൊപ്പഗേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ പറ്റുന്ന ഒരു പീസിനൊക്കെയാണ് ആക്ച്വലി ക്ലോൺ എന്ന വാക്കുകൊണ്ട് ഗ്രീക്കിൽ അർത്ഥമാക്കുന്നത്. സോ ഇതാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ചെറിയ ഒരു പ്ലാന്റ് പാർട്ട് യൂസ് ചെയ്തിട്ട് വലിയ രീതിയിൽ പ്രൊപ്പഗേഷൻ നടത്തുക. മൈക്രോ ചെറിയ പ്ലാന്റ്, പ്രൊപ്പഗേഷൻ വലിയ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഒരു മൈക്രോ പ്രൊപ്പഗേഷന്റെ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേജ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ, അതിൽ നമ്മൾ സ്റ്റേജ് 0 തൊട്ട് സ്റ്റേജ് 4 വരെയാണ് പറയുന്നത്. സ്റ്റേജ് 0 എന്ന് പറയുന്നത് പ്രീ പ്രൊപ്പഗേഷൻ സ്റ്റേജ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. The pre-propagation stage require proper maintenance of the mother plant in greenhouse under disease and insect-free condition with a minimal dust. So ആദ്യം നമുക്കൊരു ടിഷ്യൂ കൾച്ചർ ലാബിൽ, ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് എന്ന് പറയുമ്പം അത് അത്രയും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള, അത്രയും എൻവയൺമെന്റിൽ ഡസ്റ്റ് ഒന്നും, മിനിമൽ ഡസ്റ്റ്, ചെറിയ അളവിൽ മാത്രമേ ഡസ്റ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ടിട്ടാണ് ഒരു ടിഷ്യൂ കൾച്ചർ ലാബിന്റെ അകത്തേക്ക് കയറുക. അപ്പൊ അതിനനുസരിച്ച് ഒരു ഗ്രീൻ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പം നമുക്ക് മിതമായ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കണ്ടീഷനിലായിരിക്കണം നമ്മുടെ മദർ പ്ലാന്റ്. മദർ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പ്ലാന്റിൽ നിന്നാണോ നമ്മൾ പാർട്ട് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓർഗൻ ആണോ, ഏത് പ്ലാന്റിൽ നിന്നാണോ തിരഞ്ഞെടുക്കുന്നത്, അതിനെയാണ് നമ്മൾ മദർ പ്ലാന്റ്. നമ്മൾ ചൂസ് ചെയ്ത പ്ലാന്റിനെയാണ് മദർ പ്ലാന്റ് എന്ന് പറയുന്നത്, ഡിസൈഡ് ക്വാളിറ്റി ഉള്ള പ്ലാന്റ്. സോ അതുകൂടാതെ എൻക്ലോസ്ഡ് ഏരിയ, അതൊരു ക്ലീൻ, ഒരു അടച്ചിട്ട മുറിയായിരിക്കും. അത് എങ്ങനെയുള്ളതായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. ഗ്ലാസ് ഹൗസ്, ഗ്ലാസ് വെച്ചിട്ടുള്ളതായിരിക്കണം. പ്ലാസ്റ്റിക് ടണൽസ്, നെറ്റ് കവേർഡ് ടണൽസ്, ഹൈ ക്വാളിറ്റി എക്സ്പ്ലാന്റ് സോഴ്സ് പ്ലാന്റ് വിത്ത് മിനിമൽ ഇൻഫെക്ഷൻ കുറക്കാൻ പറ്റിയ ഏരിയ ആയിരിക്കണം. സോ നമ്മൾ ഈ ഒരു എക്സ്പ്ലാന്റ് ക്ലോണൽ പ്രൊപ്പഗേഷന് എക്സ്പ്ലാന്റ് കളക്ട് ചെയ്യില്ലേ? എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഏത് പോർഷൻ ആണോ എടുക്കുന്നത്, ആ പാർട്ടിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബഡ്, അഡ്വന്റീഷ്യസ് ബഡാണ് എടുക്കുന്നെങ്കിൽ ആ ബഡാണ് അതിന്റെ എക്സ്പ്ലാന്റ്. നോഡൽ റീജിയൻ ആണെങ്കിൽ നോഡാണ്, ലീഫ് ആണെങ്കിൽ ലീഫാണ് അതിന്റെ എക്സ്പ്ലാന്റ്. അപ്പൊ ഈ ഒരു എക്സ്പ്ലാന്റ് എടുക്കുമ്പം, ആ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് എക്സ്പ്ലാന്റ് കളക്ട് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രീ ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാന്റ്, ഇപ്പോൾ ഒരു ലീഫ് ആണെങ്കിൽ ലീഫിന്റെ ടിഷ്യൂ ആണ് എടുക്കുന്നെങ്കിൽ ലീഫ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഏത് മദർ പ്ലാന്റ് ആണോ ഉള്ളത് ആ മദർ പ്ലാന്റ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യണം. അതിനാണ് മദർ പ്ലാന്റിന്റെ പ്രീ ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് കണ്ടാമിനേഷൻ ഒക്കെ മിനിമൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് എക്സ്പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ ഈ ഒരു അസെപ്റ്റിക് കണ്ടീഷൻ, അസെപ്റ്റിക് എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷൻ നിലനിർത്തണം. ഓക്കെ, കാരണം അതാണ് ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് 1, ഇനീഷ്യേഷൻ ഓഫ് അസെപ്റ്റിക് കൾച്ചർ. നമ്മൾ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് സ്റ്റേജ് 1. ഈ ഒരു സ്റ്റേജിൽ സ്റ്റെറിലൈസേഷൻ ഓഫ് എക്സ്പ്ലാന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എക്സ്പ്ലാന്റ് വെയർ ഡൺ. അതായത് നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ മദർ പ്ലാന്റിനെ സ്റ്റെറിലൈസ് ചെയ്തു, അതിനുശേഷം എക്സ്പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായി. ആ കളക്ട് ചെയ്ത എക്സ്പ്ലാന്റ്, ലീഫ് ആയിക്കോട്ടെ, നോഡ് ആയിക്കോട്ടെ, ഏത് പാർട്ടാണോ നമ്മളുടെ മദർ പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്തത്, ആ എക്സ്പ്ലാന്റിനെ നമ്മൾ എഗെയിൻ സ്റ്റെറിലൈസേഷൻ നടത്തണം. ഓക്കെ, നമ്മൾ പ്ലാന്റ് ഓർഗൻ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഓർഗനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്ലാന്റ് ഓർഗൻ യൂസ്ഡ് ഇൻ ഇനീഷ്യേഷൻ, അതായത് കൾച്ചർ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റിൽ നിന്ന് യൂസ് ചെയ്യുന്ന പാർട്ട്, പ്ലാന്റ് ഓർഗനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് എക്സ്പ്ലാന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ ഓരോ മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് അനുസരിച്ചിട്ട് ഈ ഒരു എക്സ്പ്ലാന്റിന്റെ
ചോയ്സ് ആക്ച്വലി മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നോഡാണ്. നമ്മൾ യൂസ് ചെയ്യുക മൈക്രോ പ്രൊപ്പഗേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നോഡാണ്. അതുകൂടാതെ നമ്മളിപ്പം കാലസ് കൾച്ചർ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇന്റർനോഡ്സും ലീവ്സും ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷനിൽ തന്നെ കാലസ് വഴിയും കൾച്ചർ ചെയ്യുന്നുണ്ട്. ദെൻ സൊമാറ്റിക് എംബ്രിയോജെനിസിസിലാണെങ്കിൽ നമ്മൾ ലീവ്സും ഇന്റർനോഡ്സും തന്നെയാണ് യൂസ് ചെയ്യുക. മൈക്രോ പ്രൊപ്പഗേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നോഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സ്പ്ലാന്റിന്റെ ചോയ്സും എക്സ്പ്ലാന്റിന്റെ സ്റ്റെറിലൈസേഷനും ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നത്. നമുക്കറിയാം ഈ ഒരു എക്സ്പ്ലാന്റിന്റെ ഒരു സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്തുന്നത് നമ്മൾ ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്ന ക്യാബിനറ്റിൽ വെച്ചിട്ടായിരിക്കും. ലാം എന്ന് പറയുന്ന ആ ഒരു ക്യാബിനറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഒക്കെ നടക്കുന്നത്. Then next stage ആണ് സ്റ്റേജ് 2 മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കൾച്ചർ. കൾച്ചർ നമ്മൾ എക്സ്പ്ലാന്റിനെ ചൂസ് ചെയ്തു. ആ ഒരു എക്സ്പ്ലാന്റ് നമ്മൾ ന്യൂട്രിയന്റ് മീഡിയത്തിൽ ഇട്ട് വെച്ചു. ന്യൂട്രിയന്റ് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിനനുസരിച്ചുള്ള ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ കൊടുത്ത് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുകയാണ്. അതാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ലാർജ് സക്സസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ സിസ്റ്റം ദിസ് ക്യാൻ ബി അച്ചീവ്. അതായത് നമ്മൾ ഈ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എത്രത്തോളം മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ലാർജ്ലി ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ്റെ സക്സസും കൂടും. ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ആക്സിലറി ബഡിന്റെ ആക്സിലറി ബ്രാഞ്ചിങ്ങിന്റെ എൻഹാൻസ്മെന്റ് കൊണ്ടാണ്. സോ ഇതിനു മുന്നേ ഇതിൽ ഈ ഒരു ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന ന്യൂട്രിയന്റ് മീഡിയം എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. ഞാൻ ഇന്ന് ഫസ്റ്റ് ഒരു ഓവറോൾ സ്റ്റേജ് ആണ് പറയുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ ന്യൂട്രിയന്റ് മീഡിയം ആണ്, എങ്ങനെയാണ് ഈ ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിൽ ഇടുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യം കാലസ് എടുത്തു, അതൊക്കെ കഴിഞ്ഞ് അതിനെ ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിൽ, ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ന്യൂട്രിയന്റ് മീഡിയം ഉണ്ടാക്കി ആ ന്യൂട്രിയന്റ് മീഡിയം സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് തണുപ്പിച്ച് ആ ന്യൂട്രിയന്റ് മീഡിയത്തിൽ നമ്മൾ എക്സ്പ്ലാന്റ് വെക്കുകയാണ്. എക്സ്പ്ലാന്റ് വെച്ചു. നമ്മൾ ഈ ഒരു ലീഫാണ് എക്സ്പ്ലാന്റ് എങ്കിൽ ഗ്രീൻ കളറിൽ കൊടുക്കാം. നമ്മൾ നോഡോ ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ എക്സ്പ്ലാന്റ് അതിലേക്ക് വെച്ചു. ഇനി അതിനുശേഷം അവ കുറേ നാൾ ഇൻക്യുബേഷൻ പീരീഡിലൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ലൈറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു എൻവയൺമെന്റിൽ വെക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ദ ആക്സിലറി ബഡ് present in the axil of each leaf either develops into a single shoot or form a cluster of shoot in the presence of cytokinin in the medium. അപ്പം ആക്സിലറി ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷനിലെ ആക്സിലറി ബ്രാഞ്ചിങ് ആണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഒരു എക്സ്പ്ലാന്റ് എടുത്ത് ആ ഒരു എക്സ്പ്ലാന്റിൽ നിന്ന് എക്സ്പ്ലാന്റിന്റെ ആ ഒരു ആക്സിലറി ബഡ് ഫോർമേഷൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ബാപ്പ് ആണ് 1.0 mg/l. സോ ഈ ഒരു മീഡിയത്തിന്റെ ഒക്കെ പ്രൊപ്പോസിഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഇടുന്നതായിരിക്കും. ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ആക്സിലറി ബ്രാഞ്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോകൈനിൻ ആണ് നമ്മൾ ആ ഒരു ബ്രാഞ്ചിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാഞ്ചിങ് മെയിൻലി 2 തരത്തിൽ നടക്കാം. അതാണ് ഞാൻ തമ്പനിയിൽ കാണിച്ച ഡയറക്റ്റ് റീജനറേഷനും ആകാം, ഇൻഡയറക്റ്റ് റീജനറേഷനും ആകാം. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം ആ ഒരു ബഡ് എടുത്തതെന്ന് വിചാരിക്കുക. ആ ബഡിൽ നിന്ന് ആ ഒരു നോഡ് എടുത്തതെന്ന് വിചാരിക്കുക. ആ ഒരു നോഡിൽ നിന്ന് അഡ്വൻറ്റീഷ്യസ് ബഡ് ഫോർമേഷൻ നടത്താം. Bud arising from any part other than the leaf axil or shoot apex are called adventitious bud. അപ്പോൾ നമ്മൾ adventitious bud എന്ന് പറയുന്നത് എന്താ, ഷൂട്ട് അപ്പെക്സോ അല്ലെങ്കിൽ ലീഫ് ആക്സിലിൽ നിന്ന് അല്ലാതെ ബാക്കി ഏത് പാർട്ടിൽ നിന്നും നമുക്ക് ബഡ് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോർട്ടിക്കൾച്ചർ മെത്തേഡിൽ ഷൂട്ട് അപ്പെക്സോ ലീഫ് അപ്പെക്സോ അല്ല എടുത്തതെങ്കിൽ, ബാക്കി നോഡൽ റീജിയൻ ഒക്കെയാണ് എടുത്തതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്വൻറ്റേഷ്യസ് ബഡ് ഫോർമേഷൻ ഡയറക്റ്റ്ലി നടത്താൻ പറ്റും വിത്തൗട്ട് എനി അതർ ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളുടെ എക്സ്പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് റീജനറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഡയറക്റ്റ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഇൻഡയറക്റ്റ് റീജനറേഷൻ എന്ന് പറയുമ്പോഴാണ് കാലസ് എന്ന് പറയുന്ന ടേം നമ്മൾ വരുന്നത്. കാലസിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഒരു കാലസിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് ഈ ഒരു
മാസ് കണ്ടില്ല, ഒരു അൺഡിഫറൻഷിയേറ്റഡ് മാസ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ഒരു ക്ലസ്റ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മാസ് ആണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റഡ് അല്ല കേട്ടോ, അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മാസ് ഓഫ് സെൽസ് ആണ് കാലസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നത് ടോട്ടിപൊട്ടന്റ് ആണ് അല്ലേ. ടോട്ടിപൊട്ടൻസി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ടോട്ടിപൊട്ടൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ ആണ് ടോട്ടിപൊട്ടൻസി. നമ്മുടെ ഒരു പ്ലാന്റ് പാർട്ടിലിന് അതിനെ റീജനറേഷൻ ഒക്കെ നടന്നിട്ട് ഒരു എൻറ്റയർ ഹോൾ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള ആ ഒരു പ്ലാന്റ് ടിഷ്യൂവിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടിപൊട്ടന്റ് ആയിട്ടുള്ള എക്സ്പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് മാസ് ഓഫ് സെൽസ് ഉണ്ടാകും. അതിനെയാണ് കാലസ് എന്ന് പറയുന്നത്. ഈ കാലസിൽ നിന്ന് ഏതർ ഒന്നിക്കൽ ഷൂട്ട് ബഡ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൈപോളാർ സ്ട്രക്ചർ സൊമാറ്റിക് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, കാലസ് ഫോർമേഷൻ നടത്തി അതിൽ നിന്നാണ് ഷൂട്ടോ റൂട്ടോ ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് കാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലസിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ this method is used when aim is to induce variability, especially in self-pollinating species with a narrow genetic base. അതായത് ചില സ്പീഷീസ് ഉണ്ട് സെൽഫ് പോളിനേഷൻ മാത്രം നടക്കുമ്പോൾ അവിടെ ജനറ്റിക്കലി സിമിലർ ആയിരിക്കും എല്ലാവരും. അപ്പൊ അവരുള്ള ജനറ്റിക് വേരിയേഷൻ കൊണ്ടുവന്ന് പുതിയൊരു പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വേരിയബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ കാലസ് ഫോർമേഷൻ വഴി റീജനറേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ അണ്ടർ കണ്ടീഷനിൽ കുറെ ടൈം പീരീഡിൽ ഹ്യൂമിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സൈറ്റോകൈനിന്റെ പ്രസൻസിൽ ഷൂട്ടോ ബഡോ റൂട്ട് ബഡോ ഒക്കെ ഫോം ചെയ്യുന്നതിനെയാണ് റീജനറേഷൻ. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി അങ്ങനെ റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ വിട്രോ റൂട്ടിംഗ് ഓഫ് ഷൂട്ട്, നമ്മൾ ഷൂട്ടാണ് ആദ്യം ഫോം ചെയ്യുന്നത് അല്ലേ. ഷൂട്ട് ഫോം നമ്മൾ ടിഷ്യൂ കൾച്ചർ, നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ആദ്യം റൂട്ട് ഉണ്ടായി അതിൽ നിന്നാണ് ഷൂട്ട് ഉണ്ടാകുക എന്ന് പറയാം. പക്ഷെ ടിഷ്യൂ കൾച്ചറിൽ ആദ്യം ഷൂട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ കാലസ് വഴിയോ ഡയറക്റ്റ് മെത്തേഡ് വഴിയോ ഷൂട്ട് ഫോർമേഷൻ നടത്തി. ഇനി ഷൂട്ട് ഫോർമേഷൻ നടത്തിയതിന് ശേഷം ആ ഷൂട്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാക്കലാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇൻ വിട്രോ ഗ്രോൺ ഷൂട്ട് ലാക്ക് റൂട്ട് സിസ്റ്റം. അതായത് നമ്മൾ ഇൻ വിട്രോ ലബോറട്ടറിയിൽ ഫോം ചെയ്യുന്ന ഷൂട്ടിൽ റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഒരു റൂട്ടിന്റെ ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു റൂട്ടിംഗ് മീഡിയം, പുതിയൊരു മീഡിയത്തിലേക്ക്, ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു MS മീഡിയത്തിൽ സപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ഫൈറ്റോ ഹോർമോൺ ആണ്. 1.0 mg/l ഓക്സിൻ ആണ് MS മീഡിയത്തിൽ സപ്ലിമെന്റ് ചെയ്യുന്നത് ഫോർ റൂട്ടിംഗ് മീഡിയം. ഓക്കെ, ഷൂട്ട് ഫോർമേഷന് സൈറ്റോകൈനിനും റൂട്ട് ഇനീഷ്യേഷന് ഓക്സിനും ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻവിട്രോ റൂട്ടിങ്ങും ഷൂട്ടിങ്ങും നടത്തിയതിന് ശേഷം നെക്സ്റ്റ് ആ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി. ആ ഒരു റീജനറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി. ദെൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ് ഹാർഡനിങ് ആൻഡ് അക്ലിമറ്റൈസേഷൻ ഓഫ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്ലെറ്റ്. ഫൈനൽ സ്റ്റേജ് മോർ കെയറും ഹാൻഡ്ലിങ്ങും ഒക്കെ വേണ്ട ഒരു സ്റ്റേജ് ആണ്. ഇവിടെ ഒരു ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ആ ഗ്രാജുവൽ ആയിട്ട് തന്നെ അത് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഈ ഒരു ഇൻവിട്രോ ആയിട്ട് ലാബിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാന്റിനെ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകണം. നമ്മൾ അക്ലിമറ്റൈസേഷൻ നടത്തുക എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഗ്രാജുവലി പ്രിപ്പയറിംഗ് ദ പ്ലാന്റ് ടു സർവൈവ് ഇൻ ദ ഫീൽഡ് കണ്ടീഷൻ. ലാബിൽ വളർത്തിയ ഒരു ചെടിയെ നമ്മൾ പറിച്ച ഒരു ഫീൽഡിലേക്ക് മാറ്റി നടുമ്പം അവിടെ അഡാപ്റ്റ് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ പ്ലാന്റിനെ പ്രിപ്പയർ ആക്കുക, അതിനെയാണ് അക്ലിമറ്റൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അക്ലിമറ്റൈസേഷന്റെ സമയത്ത് നമ്മൾ ഹാർഡനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അതായത് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഗ്രീൻ കളർ തന്നെ ആയിരിക്കും. പക്ഷെ അത്തരം ഗ്രീൻ കളറുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവയ്ക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ കണ്ടന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ, സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. സോ ഒരു കൾച്ചർ വെസലിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഒരു നാച്ചുറൽ എൻവയൺമെന്റിലേക്ക് പെട്ടെന്ന് പറിച്ച് നടുമ്പം അവരുടെ ക്യൂട്ടിക്കിൾ ഒന്നും ഡെവലപ്പ് ആകാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് അവിടെയും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം ഒരു പുതിയൊരു ലാൻഡ് ഏരിയയിലേക്ക് പറിച്ച് നടുമ്പോൾ അവിടെയും നമ്മളൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊടുക്കണം. അവിടെയും
പതിയെ പതിയാണ് ആ ഒരു എൻവയൺമെന്റ് ചേഞ്ച് ആക്കി കൊണ്ടുവരേണ്ടത്. ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹൈ ഹ്യൂമിഡിറ്റിയിൽ തന്നെ പറ്റുള്ളൂ. പതിയെ ഹ്യൂമിഡിറ്റി കുറച്ച് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒപ്റ്റിമം കണ്ടീഷനിൽ വരുത്തിയതിന് ശേഷം മാത്രമേ അക്ലിമറ്റൈസേഷൻ നടത്തി ആ ഒരു പ്ലാന്റിന്റെ സർവൈവൽ അല്ലെങ്കിൽ അഡാപ്റ്റീവ് എബിലിറ്റി കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലേ ആ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് സക്സസ് ആകുള്ളൂ. സോ ഇത്രയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന സ്റ്റേജസിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.